ഹലോ ബാക്ക് ടു AK രൂപ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്ന വനിതയിൽ വനിതയിലാണ് നുണക്കുഴി എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഷോന് ടിക്കറ്റ് കിട്ടാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്തതാണ്. 1 മണിക്കത്തെ ഷോ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടു വെച്ച് നോക്കുമ്പോൾ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ റിവ്യൂവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കാം. ഹലോ, അങ്ങനെ നുണക്കുഴി എന്ന സിനിമ ഇന്ന് ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ സിനിമയുടെ റിവ്യൂയിലൊക്കെ കിടക്കുന്ന മുമ്പ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞാനായിട്ട് പെട്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എൻ്റെ വക എൻ്റെ ഹൃദയത്തോടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഈ സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. നുണക്കുഴി എന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നെ, ഞാൻ ചിലർ പറയുന്നുണ്ട് ജിത്തു ജോസഫിന് ത്രില്ലർ മാത്രമേ പറ്റുള്ളൂ, പഴയ പോലെ കോമഡീസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2019 അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയൊരു സിനിമയുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി. കാളിദാസ് ജയറാം അപർണ പാതിമുരളിലേക്ക് അഭിനയിച്ച ആ സിനിമ. അന്ന് പക്ഷേ ആ സിനിമ എന്തുകൊണ്ടാണ് ആർക്കും അത്ര പൂർണ്ണമായിട്ട് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത് OTTയിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. കണ്ടപ്പോൾ എനിക്കെന്തോ ജിത്തു ജോസഫിൻ്റെ ഒരു കോമഡി സിനിമയുടെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്ര വന്നിട്ടില്ല. എനിക്കത് അത്ര വലിയൊരു സുഖം തോന്നിയില്ലായിരുന്നു ആ പടം കണ്ടപ്പോൾ. പക്ഷേ ആഫ്റ്റർ എ ലോങ് ടൈം അദ്ദേഹം ഒരു ഗംഭീരമായ എൻ്റർടൈനർ എടുത്തു വെച്ചിരിക്കുകയാണ്. നുണക്കുഴി സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് ചത്തു. ഇൻ്റർവെല്ലിൽ മേടിച്ചിരുന്ന പോക്കും വരെ തൊണ്ടയിൽ നിന്ന് നെഞ്ചിനകത്ത് തറച്ച് നിന്ന് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഓരോ സീനും ഞാൻ ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ വളരെ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് നല്ല രീതിയിൽ ചിരിക്കാനുള്ള എലമെൻസൊക്കെ വന്നു. ഫസ്റ്റ് ഹാഫ് വളരെ നല്ല ഒരു ഗംഭീരമായ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. അതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഒരു രക്ഷയില്ല. ബേസിൽ അജു വർഗീസ്, പിന്നെ ഗ്രേസ് ആൻ്റണി, അങ്ങനെ എല്ലാവരും, പ്രത്യേകിച്ച് ബൈജു ചേട്ടൻ. ബേസിൽ കഴിഞ്ഞാൽ ബൈജു ചേട്ടൻ, പിന്നെ സിദ്ദിഖ്, ഇവർ ഒരു രക്ഷയില്ല കേട്ടോ, ചിരിപ്പിച്ച് കൊന്നു. പിന്നെ മനോജ് കെ ജയൻ, കുറേ നാൾക്ക് ശേഷം മനോജ് കെ ജയനും വളരെ ഭയങ്കര എൻ്റർടൈനിങ് ചെയ്യിപ്പിച്ചു. മൊത്തത്തിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ വർഷം കണ്ട ഇതുപോലൊരു വളരെ അടിപൊളി കോമഡി പടം ഇറങ്ങിയ പ്രേമലു എന്ന സിനിമയുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത സിനിമ. അതിനുശേഷം ഭയങ്കരമായിട്ട് ഞാൻ തിയേറ്ററിൽ കിടന്ന് ഭയങ്കരമായിട്ട് ചിരിച്ച പടമായിരുന്നു. ഒരു രക്ഷയില്ല. ചിരിച്ച് ചത്തു എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. ഒരു പക്ക ഫൺ റൈഡാണ് ഈ സിനിമ. നുണക്കുഴി എന്ന് പറയുമ്പോൾ ഒരു ദിവസം കുറേ ഒരു കുഴിയിൽപ്പെട്ട് അവർക്ക് നുണക്കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ സിനിമ. ഒന്നും പറയാനില്ല. നുണക്കുഴി ആ വാക്കിൽ തന്നെ മനസ്സിലാവും. കുറേ നുണയന്മാരുടെ ഒരു ദിവസം ഒരു കുഴിയിൽ കുഴി വീണപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവർ തന്നെ കുറേ ഇഷ്ടംപോലെ ഇങ്ങനെ നുണക്കഥകൾ ഇറക്കും. അത് തിയേറ്ററിൽ ചിരിപ്പിച്ച സംഭവം അതൊക്കെ എല്ലാം. ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നെ, രണ്ടാം പകുതി ഒരു ഹോസ്പിറ്റലിലെ സീനുണ്ട്, കൂടുതൽ ഞാൻ പറയുന്നില്ല. ആ സീന് തന്നെ പൊന്നെ ശരിക്കും ചിരിച്ചെത്തു. മൊത്തത്തിൽ സിനിമ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ ഈ പടത്തിൽ. ഒരു രക്ഷയില്ല. ബേസിലും എല്ലാവരും ഗംഭീരമായിട്ട്. ബൈജു ചേട്ടൻ പുള്ളി ഒരു രക്ഷയില്ല, കിഡിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. നുണക്കുഴി എന്ന സിനിമ തിയേറ്റർ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് മസ്റ്റായിട്ട് കാണേണ്ട പടം തന്നെയാണ്. ഒരു രക്ഷയില്ല. മസ്റ്റായിട്ട് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാം. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടില്ല ഈ പടം കണ്ട. കാരണം പിന്നെ ഞാൻ ഈ സിനിമ കാണാൻ കയറിയപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് അഭിപ്രായം പോലും നോക്കാണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയത്. അതുകൊണ്ടാണ്. ഒന്ന്, ബേസിൽ ജോസഫ്, 2 ജിത്തു ജോസഫ്.
ബേസിൽ എന്ന ആക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി വളരെ വളരെ ഗംഭീരമായൊരു സിനിമയാണ് കമ്മിറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചത് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിൽ നിന്നാണ്. ഒരു രക്ഷയില്ല. കാരണം ഈ സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാൻ 2 കാരണം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ബേസിൽ, മറ്റൊന്ന് ജിത്തു ജോസഫ് ഞാൻ പ്രധാനമായിട്ട് എടുത്ത് പറയാൻ കാരണം പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ എനിക്ക് വളരെ ഇമോഷണലും അത്യാവശ്യം നല്ല എൻഗേജിങ് ഒരു ത്രില്ലറായിട്ട് എടുപ്പിച്ചെനിക്ക്. ഇത് ഫുള്ളി ഒരു ഫൺ കോമഡി റൈഡാണ് ഈ സിനിമ. അതാണ് ഞാൻ പ്രതീക്ഷിച്ച ഈ രണ്ട് കാരണം പ്രതീക്ഷിച്ച് കയറി എനിക്ക് ഒരിക്കലും നിരാശപ്പെട്ടില്ല ഈ പടം. അത്ര ഇത് ഉള്ളൂ എന്ന് ഞാൻ പറയണം. ഭയങ്കരമാണ് ഈ സിനിമ, ഒരു രക്ഷയില്ല. ഈ ജിത്തു ജോസഫിൻ്റെ കുറേ നാൾക്ക് ശേഷം പുള്ളിയുടെ ഒരു എൻ്റർടൈനർ പടം എനിക്ക് നന്നായിട്ട് തിയേറ്ററിൽ അറിയാൻ പറ്റി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇതുപോലൊരു കോമഡി സിനിമ നമ്മുടെ ദിലീപ് നായകനായിട്ട് അഭിനയിച്ച മൈ ബോസ് എന്ന സിനിമ നിങ്ങൾക്കറിയാമല്ലോ. മൈ ബോസ് എന്ന സിനിമയായിരുന്നു പുള്ളിയുടെ പണ്ടത്തെ ലാസ്റ്റായിട്ട് ഇറങ്ങിയ കോമഡി പടം എന്ന് പറയാനുണ്ട്. ചിരിപ്പിച്ച് വഴിയാക്കി തന്ന പടം അതായിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളി കോമഡി സിനിമ അത്രയും കാര്യമായിട്ടൊന്നും ചിരിപ്പിച്ചിട്ടില്ല, അത്രയും കാര്യമായിട്ട്. പിന്നെ ചെയ്തു വെച്ച സിനിമയായിരുന്നു ഈ 2019 ഇറങ്ങിയൊരു സിനിമയുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി. പക്ഷെ അത് ആർക്കും അത്ര തൃപ്തിപ്പെട്ടില്ല. എനിക്കും അതത്ര വലിയ തൃപ്തിയായില്ല സിനിമ കണ്ടപ്പോൾ. അന്നോട്ട് പലരും പറയുന്നത് ജിത്തു ജോസഫിന് ഈ കോമഡി പടമൊന്നും പറ്റില്ല, ത്രില്ലർ സിനിമയൊക്കെ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ളൊരു മറുപടിയാണ് ഈ സിനിമ. പുള്ളിക്ക് പണിയെടുക്കാൻ അറിയാം. അതറിയില്ലെന്ന് പറഞ്ഞവൻ്റെ അണ്ണാക്കിനിട്ട് കൊടുത്ത പോലെ ഇന്ന് അതിൻ്റെ തെളിവാണ് ഇന്നിറങ്ങിയ സിനിമ നുണക്കുഴി എന്ന സിനിമ. അതാണ് നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല. ഒരിക്കലും ഇത് മോശമെന്ന് നിങ്ങൾക്ക് പറയാനേ കഴിയില്ല. കാരണം അത്രയും കോമഡി എന്ന് വെച്ചാൽ കോമഡീസ് എല്ലാം ഉണ്ട് കുറേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും നമുക്ക് ബൈ.